നമ്മുടെ ഈ ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോകുന്ന സമരം ഡൽഹിയിലെ ജനത ഏറ്റെടുത്തിരിക്കുകയാണ്, ഇന്ത്യൻ ജനത ഏറ്റെടുത്തിരിക്കുകയാണ്. BJP തര ഗവൺമെൻറ്റുകൾ തന്നെ ഈ ആശയത്തിലേക്കും നയത്തിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ ഒരു പൊതുവികാരമായി ഈ സമരം വളർന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു പ്രത്യക്ഷ സമരവുമായി വരുന്നത് ഒരു ചരിത്ര സംഭവമാണ്. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെല്ലാം ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് മറ്റു സംസ്ഥാന ഗവൺമെന്റുകൾ കൂടി കേരളത്തിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത് അവരുടെ സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്ന രൂപത്തിലേക്ക്. അതാണ് കർണാടകത്തിന്റെ ഇന്നലത്തെ സമരം കണ്ടത്. ഒപ്പം ദേശീയ നേതാക്കൾ തന്നെ, ഇപ്പം ഖാർഗെ തന്നെ ഇന്നലെ പാർലമെന്റിൽ കേരളത്തിന്റെ ന്യായമായ നീക്കം ശരിയാണെന്ന് അദ്ദേഹത്തിന് കമന്റ് വന്നു. അതുപോലെ തന്നെ ഇന്നലെ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കമന്റ് ചെയ്തു, കേരളത്തിന്റെ ഭാഗം ശരിയാണ്. അതുപോലെ കർണാടകത്തിലെ മന്ത്രിമാർ, കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം മാത്രം ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഉയർത്തിയ കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിരോധവും പ്രതിഷേധവും ശരിയാണെന്ന് ദേശീയ തലത്തിൽ വൻ പ്രാധാന്യത്തോടുകൂടി ഇതിനെ കാണുന്ന ഒരു പൊതു സാഹചര്യം വളർന്നു വന്നിരിക്കുന്നു. ഒരു ദേശീയ മാനം ഞങ്ങളുടെ സമരത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി കേരളം ഇന്ന് സമരം ചെയ്യുന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. സാമ്പത്തികമായി കേരളത്തെ വലിഞ്ഞു മുറുക്കി സംസ്ഥാനത്ത് വികസന രംഗത്തും ക്ഷേമപ്രവർത്തനത്തിലും കേന്ദ്ര നയം മൂലം തടസ്സം വരുന്നു. 60,000-ഓളം കോടി രൂപ കേരളത്തിന് കഴിഞ്ഞ ഒരു വർഷം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ സമീപിച്ചു, ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ അവർ ഗൗരവമായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ കേസിന് പോയി. അത് കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കേന്ദ്രത്തിന് ഈ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ പ്രൊട്ടസ്റ്റാണ് ഡൽഹിയിൽ ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ സ്റ്റേറ്റിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു സമരമാണ്.